ചിത്ര ഓഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു 2.1 ആംപ്ലിഫയർ ബോർഡ്. ആംപ്ലിഫയർ ബോർഡ് എന്നതിലുപരി ഇതൊരു കാർ സ്റ്റീരിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യലി ഡിസൈൻ ചെയ്തതാണ്. ഈ ടൈപ്പ് ഒരു ബോർഡ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണിത്. ആ ബോർഡിനകത്ത് നമ്മൾ ബാസ് ട്രബിൾ സെക്ഷൻ ഉപയോഗിച്ചിരുന്നില്ല. ഇതിൽ ബാസ് ട്രബിൾ ഉണ്ട്, പിന്നെ ഫാനിൻ്റെ കണക്ഷൻ, പിന്നെ USB ബോർഡിനുള്ള കണക്ഷൻ, അങ്ങനെ കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ട് ഒന്ന് നമ്മൾ ചെയ്തൊരു ബോർഡാണ് ഇത്. നമുക്ക് ഇപ്പം ഇന്നിത് അസംബിൾ ചെയ്തത് നമ്മുടെ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബർക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. ഈ ബോർഡിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാം. ഇത് ആണ് അതിൻ്റെ സപ്ലൈ ഇൻപുട്ട്. 12 വോൾട്ട് ഇൻപുട്ടിൻ്റെ ഭാഗം. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് കൊടുക്കുക. പിന്നെ ഫ്യൂസ്, ഇത് ടൊറോയിഡ്, ഫെറൈറ്റ് ടൊറോയിഡ് ട്രാൻസ്ഫോമർ. ഇതതിൻ്റെ ഓസിലേറ്റർ, അതായത് HLF 3525A എന്ന് പറഞ്ഞ IC. പിന്നെ പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടുള്ള 2 മോസ്ഫെറ്റ് SLN44, അത് IRF 3205 ഉപയോഗിക്കാം. അങ്ങനെയാണ്. ഇത്ര ഭാഗമാണ് ഇതിൻ്റെ ഒരു പവർ സപ്ലൈ സെക്ഷനായിട്ട് വരുന്നത്. അതിനകത്തുള്ള പിന്നെ ഔട്ട്പുട്ടിലെ ബ്രിഡ്ജ്, റെക്ടിഫയർ, 4700 25 വോൾട്ട് കപ്പാസിറ്റർ, അത്ര ഭാഗമാണ് പവർ സപ്ലൈക്കകത്ത് വരുന്നത്. പിന്നെ ഇത് ഇപ്പോൾ ഈ കാണുന്നത് 2050 IC 2050 IC ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 18.0 സപ്ലൈ ആയതുകൊണ്ട് തന്നെ 2050 നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. അതിൻ്റെ 2 ചാനൽ, ഓരോ IC വീതമുള്ള ഒരു ചാനലാണ്. അതൊരു നമുക്കൊരു 18.0 കൊടുത്തു കഴിയുമ്പോൾ ഒരു 35 വാട്ട്സ് കിട്ടും. അങ്ങനെ 35 വാട്ട്സിൻ്റെ 2 ചാനൽ. അങ്ങനെ അത് ഇത്ര ഭാഗം ആണ് അതിൻ്റെ ഒരു ആംപ്ലിഫയർ സെക്ഷൻ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് സബിൻ്റെ സെക്ഷൻ. സബിൻ്റെ സെക്ഷനിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് 3055 2955 ട്രാൻസിസ്റ്റർ 2 എണ്ണം. പിന്നെ അതിന് പ്രീ സെക്ഷനായിട്ട് വന്നിരിക്കുന്നത് TL074. അവിടെ TL074 പകരം LM324 നമ്മളിപ്പോൾ നിലവിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. TL074 ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ IC സ്റ്റോക്കിലായിരുന്നുകൊണ്ട് നമ്മളിതിട്ടതാണ്. അതുപോലെ തന്നെ ആ ഒരു IC തന്നെയാണ് നമ്മൾ ഈ സബിൻ്റെ പ്രീ സെക്ഷനും ചെയ്തിരിക്കുന്നത്. സബിൻ്റെ ഫിൽട്ടർ സെക്ഷനും ആ ഒരു IC തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുവാണ്. അല്ലെങ്കിൽ നമ്മൾ TL072 IC 3 ഉപയോഗിക്കേണ്ടി വരും. 3 ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ട് ചെയ്യാമായിരുന്നു. അന്നേരം 3 ഉപയോഗിക്കുമ്പം ഒന്ന് ഈ ബോർഡിന് വലിപ്പം കൂടും. അങ്ങനെയുള്ള ഒരു പ്രശ്നം കാരണം നമ്മളത് ഒരു ICയിലോട്ട് സർക്യൂട്ട് കൺവേർട്ട് ചെയ്തിരിക്കുക. അതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ ബാസും കാര്യങ്ങളെല്ലാം കിട്ടും. പിന്നെ ഈ LPF സെക്ഷനിൽ ഗെയിനുണ്ട്, ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പ്രീസെറ്റ് ഉണ്ട്. ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഈ കൺട്രോൾ കാണുന്നത് ഒരു സിംഗിൾ കൺട്രോളാണ്. അത് സബിൻ്റെ വോളിയം, സബിൻ്റെ ഔട്ട്പുട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഈ ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ ഒരു ബാസ് ട്രബിൾ സെക്ഷൻ. ബാസ് ട്രബിൾ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ സർക്യൂട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ നമ്മൾ ബാസിൻ്റെ ഭാഗം ഒഴിവാക്കിയിരിക്കുവാണ്. നമ്മൾ ഇപ്പം സാധാരണ ഈ ഒരു IC, അതായത് ഈ 2050 IC ഒരെണ്ണം വെച്ച് 35 വാട്ട്സ് ചെയ്യുമ്പോൾ ഈ മിക്ക കസ്റ്റമറും ഈ ചാനലിന് വേണ്ടിയിട്ട് ചെറിയ സ്പീക്കറുകളായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുമ്പം ഇതിനകത്ത് നമ്മൾ ബാസും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പീക്കർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവുകയും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് നമ്മൾ ബാസിൻ്റെ സർക്യൂട്ട് ഒഴിവാക്കിയിരിക്കുകയാണ്. ബാസിൻ്റെ ആ ഫ്രീക്വൻസി നമ്മൾ ഫ്ലാറ്റായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കി ട്രെബിളിൻ്റെ സർക്യൂട്ട് നമ്മൾ അതേപടി തന്നെ ചെയ്തിട്ടുണ്ട്. BC 547 ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള ഒരു സർക്യൂട്ടാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ട് തന്നെ. അത് നമ്മൾ ട്രെബിളിൻ്റെ മാത്രമായിട്ട് ചെയ്തിരിക്കുകയാണ്. ട്രെബിൾ മാത്രം നമുക്കിതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അന്നേരം എല്ലാവർക്കും ഒരു സംശയമുണ്ട്, അത് വോയിസ് കറക്റ്റ് ആയിരിക്കുമോ എന്നൊക്കെ ഒരു സംശയം തോന്നാം. പക്ഷേ അങ്ങനൊന്നുമില്ല. ബാസിൻ്റെ ഭാഗം നമ്മൾ ഫ്ലാറ്റ്, അതായത് ഓഡിയോ എങ്ങനെ വരുന്നോ അതേ രീതിയിൽ തന്നെ ബാസിൻ്റെ ഭാഗം വർക്ക് ചെയ്യും. ട്രെബിൾ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ട്രെബിൾ നമ്മൾ വലിയ കൂടിയ ട്രെബിളായിട്ടൊന്നും ഇട്ടിട്ടില്ല, ഒരു മീഡിയം ട്രെബിളേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സൗണ്ട് നല്ല ക്ലാരിറ്റി ആയിരിക്കും.
അത്രയാണ് ഈ ബോർഡിനെക്കുറിച്ച് എനിക്ക് ഈ സൈഡ് പറയാനുള്ളത്. ഒരു കാര്യം വിട്ടുപോയി. ഈ ജിഗ് കാണുന്നത് നമ്മുടെ കൺട്രോളറിലോട്ടുള്ള വോളിയം കൺട്രോളറിലോട്ടുള്ള ജിഗാണ്. ഇതുണ്ടോ എൻ്റെ ആദ്യത്തെ കണക്ഷൻ ഗ്രൗണ്ട്, പിന്നെ ഈ വോളിയം കൺട്രോളിൻ്റെ സെൻറ്ററിൽ വരുന്ന 2 കണക്ഷനാണ് LR എഴുതിയിരിക്കുന്നത്. പിന്നെ AL എന്ന് എഴുതിയിരിക്കുന്ന ഓഡിയോ ലെഫ്റ്റ്, AR എന്ന് എഴുതിയിരിക്കുന്ന ഓഡിയോ റൈറ്റ്. ഈ ജിഗിന് ഒരു പിന്ന് കൂടുതലായിരുന്നു. 5 പിന്നിൻ്റെ ജിഗായിരുന്നു വേണ്ടത്. അത് നമ്മൾ 6ൻ്റെ ആണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ ഈ 5ൻ്റെ സ്റ്റോക്കിലായിരുന്നു, അതുകൊണ്ട് ഇട്ടതാണ്. ഒരു പിന്ന് ഇതിപ്പോൾ ഫ്രീ ആണ് ഇതിനകത്ത്. പിന്നെ ഇവിടെ ഒരു ജിഗ് ഇടാനുണ്ട്, അത് ഇൻപുട്ട്. നമ്മുടെ ഓഡിയോ ലെഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് കൊടുക്കാം. അങ്ങനെയാണ് ഈ ബോർഡിൻ്റെ ഒരു കമ്പോണൻറ്റ് സൈഡ്. ഞാൻ ഇതിൻ്റെ പ്രിൻ്റ് സൈഡ് കാണിക്കാം. ഇതാണ് അതിൻ്റെ പ്രിൻ്റ് സൈഡ്. ഈ പ്രിൻ്റ് സൈഡ് നമ്മൾ എർത്ത് ഫുൾ ഫില്ലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോയ്സ് ഒട്ടും ഉണ്ടായിരിക്കില്ല. പിന്നെ അത്യാവശ്യം നല്ലൊരു പ്രിൻ്റൊക്കെ നല്ലൊരു ക്വാളിറ്റി. നമ്മൾ എറണാകുളത്താണ് ഈ ബോർഡ് അടുപ്പിച്ചത്. നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, ബോർഡിന് നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ ചിത്ര ഓഡിയോസിൻ്റെ പേര്, മോഡൽ നമ്പർ എല്ലാം എഴുതിയിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള പ്രിൻ്റുകളെല്ലാം നമ്മൾ ലെഡ് ചെയ്യാവുന്ന പോലെ കട്ടി കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഈ ഇട്ടിരിക്കുന്നത് ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഇത് ഒരു മിസ്റ്റേക്ക് വന്നതാണ്. ഈ സർക്യൂട്ടിനകത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ബാസ് ഡബിൾ സെക്ഷന് ഉള്ള സപ്ലൈയുടെ പ്രിൻ്റ്, ആ പ്രിൻ്റ് ഇതിനകത്ത് മിസ്സിങ്. അന്നേരം നമ്മളതൊരു 100 ഓംസ് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ഇത് ഈ ബാസ് ഡബിൾ സെക്ഷൻ്റെ കപ്പാസിറ്ററാണ് ഈ കാണുന്നത്. ഇത് അതിൻ്റെ പോസിറ്റീവ് ലെഗ്. ഇത് ഔട്ട്പുട്ടിൻ്റെ പോസിറ്റീവ് വരുന്ന പ്രിൻ്റാണ് ഈ കാണുന്നത്. ഇവിടുന്ന് റെസിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഈ പോസിറ്റീവിലോട്ട് കൊടുത്തിരിക്കുന്നു. അത്രേ ഉള്ളൂ. വേറെ ഈ സർക്യൂട്ടിലോ ഈ ബോർഡിലോ യാതൊരു മിസ്റ്റേക്കോ കാര്യങ്ങളൊന്നുമില്ല. ഈ പ്രിൻ്റ് എങ്ങനെയോ ഞാൻ ചെയ്ത വഴിക്കത് മിസ്സായി പോയതാണ്. ഇത് ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ബോർഡാണ്. വലിയ വലിപ്പമൊന്നുമില്ല. ഇതിപ്പോൾ കാസിലിയൊക്കെ അസംബിൾ ചെയ്യുന്നവർക്കോ ഇനിയിപ്പോൾ അതല്ല 2.1 ഒരു ആംപ്ലിഫയർ ചെയ്യുന്നവർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. 2.1 ആംപ്ലിഫയർ ട്രാൻസ്ഫോമർ വെച്ചാൽ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഇത്രയും ഭാഗം ഈ പവർ സപ്ലൈ സെക്ഷൻ ഉപയോഗിക്കാതിരുന്നാൽ മതി. ഈ ടൊറോയിഡ് ഒഴിവാക്കി ഈ ബ്രിഡ്ജിൻ്റെ സെക്ഷനിലേക്ക് ട്രാൻസ്ഫോമർ എന്നുള്ള 18 കൊടുത്താൽ മതി. ഇത് നല്ലൊരു 2.1 ആയിട്ട് വർക്ക് ചെയ്യും. പിന്നെ അടുത്ത എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഹീറ്റ് സിങ്ക് നല്ല കട്ടിയുള്ളൊരു ഹീറ്റ് സിങ്കാണ്. കാരണം വെച്ചാൽ ഇത് കാർ സ്റ്റീരിയോ ക്യാബിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കൊണ്ട് പൊക്കം കുറവ് വേണം. പൊക്കം കൂട്ടാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ഈ ഹീറ്റ് സിങ്ക് നമ്മൾ തിരഞ്ഞെടുത്തത്. ഈ ഹീറ്റ് സിങ്കിന് നല്ല കട്ടിയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഇത് 18/018 വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹീറ്റ് വളരെ കുറവായി. സാധനം ഹീറ്റ് ആകുന്നില്ല, അങ്ങനെ വലിയൊരു ഹീറ്റ് വരുന്നില്ല. പിന്നെ കാർ സ്റ്റീരിയോ ക്യാബിനകത്തൊരു ഫാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാർ സ്റ്റീരിയോയായിട്ട് തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കട്ടപ്പനയൊക്കെ നമ്മൾ ഈ ഐറ്റം ചെയ്ത് നമ്മുടെ ഇത് റണ്ണിങ്ങിലാണ് ഇപ്പം. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് കൂടുതൽ ഈ ബോർഡ് അടിച്ചത്. ഇപ്പം നിലവിൽ 10 അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലിപ്പോൾ 3 ബാക്കി ഇനിയുള്ളൂ. അതിനകത്ത് ഈ ഒരെണ്ണമാണ് ഈ റോഷന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് അസംബിൾ ചെയ്തത്. തിങ്കളാഴ്ച ഞാനത് കൊറിയർ ചെയ്യും. റോഷൻ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് വിളിച്ചതാണ്. നമ്മൾ ഇതുപോലുള്ള സിംഗിൾ PCB ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് താല്പര്യം വന്ന് അദ്ദേഹം എന്നെ വിളിച്ചതാണ്. പുള്ളിക്ക് ഈ ബോർഡ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ബോർഡ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഈ ഒരു 7805 IC ഇവിടെ ഇടാനുണ്ട്. അത് നമുക്ക് USB ബോർഡിന് വേണ്ടിയിട്ട് ഉള്ള സപ്ലൈ ആണ്. അതിൻ്റെയാണ് ഈ കപ്പാസിറ്റർ ഇവിടെ ഇടാതെ കിടക്കുന്നത്. ഈ കണക്ടറും അതിനുള്ളതാണ്. ഇവിടെ ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. അത് ഫാനിൻ്റെയാണ്. ഡയറക്റ്റ് ഇതിനകത്ത് സപ്ലൈ വരുന്നുണ്ട്. അതിന് ജസ്റ്റ് ഈ കണക്ടർ കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ ടെസ്റ്റ് ബോർഡ് ആയതുകൊണ്ടാണ് അതെല്ലാം ഒന്നും ഞാൻ ചെയ്യാഞ്ഞത്. അന്നേരം ബോർഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ബോർഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കമൻറ്റുകളായിട്ട് പറയണം. സജഷൻ എന്തുണ്ടെങ്കിലും പറയാം. ഈ ബോർഡിൻ്റെ സംശയം എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഈ ബോർഡ് ആവശ്യമുള്ളവർക്കും ചോദിക്കാം. ഇതൊരു നല്ലൊരു 2.1 ബോർഡാണ്. ഇതിൻ്റെ സബിനൊരു 80 വാട്ട്സ് ഉറപ്പായിട്ടും കിട്ടും. 100
100 വാട്ട്സ് ഞാൻ പറയുന്നില്ല, 80 വാട്ട്സ് 18/0 ആയതുകൊണ്ട് ഒരു 80 വാട്ട്സ് ഉറപ്പായിട്ടും കിട്ടും. അങ്ങനെ അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ആംപ്ലിഫയർ ക്യാബിനകത്താണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഹീറ്റ് സിങ്ക് വലുത് ഇടുകയും ചെയ്യാം, അവിടെ 5200 ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുകയും ചെയ്യാം. അന്നേരം 100 വാട്ട്സ് എന്തായാലും കിട്ടും. അന്നേരം ഇതാണ് നമ്മുടെ ഒരു പുതിയൊരു ബോർഡ്. ഓക്കെ, ഇനിയും അടുത്തൊരു ബോർഡിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.